ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ശാപം കണ്ണീര് ഉള്ളത് കൊണ്ടാണോ ഇതുവരെ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തത് അഡ്വക്കേറ്റ് ആളൂർ? ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് 50 ലക്ഷം രൂപയാണ് വരുന്നതെന്ന്. ജനപ്രിയ നായകൻ ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം 3 മാസം വിധി വരും, ജനപ്രിയ നായകന് ആശ്വാസമാകും. എന്താണ് അഡ്വക്കേറ്റ് ആളൂരിന് പറയാനുള്ളത്? ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ ശിക്ഷിക്കുകയും അയാൾ ജയിലിൽ അടയ്ക്കണം, നീതി വേണമല്ലോ ഇരയ്ക്ക്. ആ വിധി മാറ്റി എഴുതാൻ ഈ പറയുന്ന ജനപ്രിയ നായകൻ ഏറ്റവും നല്ല അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി നിയമ സംവിധാനത്തെ മാറ്റിമറയ്ക്കപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ വളരെ വയസ്സ് കുറവുള്ള കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഷാരോണാണ് ഗ്രീഷ്മയെ കൊല്ലുന്നതെങ്കിൽ ഷാരോൺ മിടുക്കനാണ്, പഠിക്കാൻ പ്രായം കുറവാണ് എന്ന് പറയൂ ആരെങ്കിലും. ഇവിടെ ആണുങ്ങൾക്കൊരു വാല്യൂ ഇല്ലേ? ഈ കേരളത്തിലെ ഒരു സംഘടനയുണ്ട്, പുരുഷ സംഘടന. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് സാറേ? എപ്പോഴെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ ഈ പുറത്തു പോകുന്ന സമയത്തെ അക്രമമായിട്ട് എന്തോ ആരെങ്കിലും വന്നിട്ടുണ്ടോ നേരിട്ട്? ഭീഷണി അത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മുകളിൽ എടുക്കാൻ, അത് നേരിടാനുള്ള ശക്തിയും ആർജവവും അതിനുള്ള കോൺഫിഡൻസും അഡ്വക്കേറ്റ് ആളൂരിനുണ്ട്. കാരണം ഞാൻ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള, ചോട്ടാ രാജൻ അടക്കമുള്ള പ്രതികളുടെ അഭിഭാഷകൻ. കേരള പോലീസ് ഒരാൾ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ലേ, അങ്ങനെ പറഞ്ഞ് 2, 3, 5, 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴേക്കും കൊലപാതകവും കഴിയും, പ്രതിയും രക്ഷപ്പെടും. അപ്പോൾ നിയമ സമ്പ്രദായം മാറണം തീർച്ചയായിട്ടും.